ഇന്നത്തെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മളുള്ളത് പത്തനംതിട്ട മല്ലപ്പള്ളിയാണുള്ളത്. അപ്പോൾ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റാണ്. എന്താ സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളെ നിയർ ബൈ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിന് തൊട്ട് ഇപ്പുറത്ത് ഒരു 1 or 2 കിലോമീറ്റേഴ്സ് ഗ്യാപ്പിലാണ് ഈ ഒരു സൈറ്റ്. സെയിം സ്ട്രക്ചറാണ്. കരിങ്കല്ല് കെട്ടി അതിൻ്റെ മുകളിൽ 5 feet ഹൈറ്റ് നോർമൽ ചെയിൻ ലിങ്ക് സെയിം സ്ട്രക്ചറാണ് ഉള്ളത്. പോസ്റ്റുകൾ നമ്മൾ മുൻകൂട്ടി കൊടുത്തിരുന്നു. നല്ലൊരു സൈറ്റാണ്. അത് വീഡിയോസ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്ലോട്ടെല്ലാം തിരിച്ച് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു സൈറ്റാണ്. ഫ്രീക്വന്റ്ലി ഇറങ്ങുന്ന വീഡിയോസിൽ മൊത്തം 12 ഗേജ് 3 5 അടി കോൺക്രീറ്റ് കാലം വേണം. അതുകൊണ്ട് പിന്നെ പ്രത്യേകം നമുക്ക് സൈസിനെ കുറിച്ച് പറയേണ്ട സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം ആയിട്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ മഞ്ചേരി ചെയ്തതും ഇനി കഴിഞ്ഞ ആഴ്ച ഇവിടെ സെയിം ചെയ്തതും 5 feet. അതേ അവിടെ വർക്ക് കണ്ടിട്ട് സെയിം മെറ്റീരിയൽ തന്നെ ഇവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേ സെയിം മെറ്റീരിയൽ ഇവിടെ ചൂസ് ചെയ്തത്. എന്തായാലും ആ സൈറ്റിൽ ഞങ്ങൾ പോകുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് പോവാം, എത്തിപ്പെടാൻ സൈറ്റ് വിസിറ്റ് അല്ല, കൺഫേം ആയിട്ട് നമ്മൾ സൈറ്റ് പോയി നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ എന്താണ് കണ്ടീഷൻ നോക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അത്രേ ഉള്ളൂ. അപ്പോൾ ആ സൈറ്റിൽ എന്തായാലും ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സൈറ്റിൽ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച മുന്നേ മെറ്റീരിയൽ എത്തിച്ചാണ് ഈ ബാക്കിൽ കാണുന്ന കരിങ്കൽ കെട്ട് വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. കരിങ്കൽ കെട്ട് കസ്റ്റമർ ചെയ്താണ്. കസ്റ്റമറുടെ കൂടെ കാലും കൂടെ അവർ തന്നെ വെച്ച് പോന്നു. ശേഷം ഇന്നൊരു ദിവസം ഒരു 3-4 മണിക്കൂറിൻ്റെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം എത്ര മീറ്റർ ഇവിടെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നത് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 160 മീറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഏകദേശം ഒരു ഞങ്ങൾ വരാൻ വേണ്ടി ലേറ്റ് ആക്കിയതാണ്. ആക്ച്വലി ശരിക്കും അവർ 6:30-ക്ക് വർക്ക് തുടങ്ങി. ഏകദേശം ഒരു 9:30 ആയപ്പോൾ തന്നെ ഏകദേശം വർക്ക് തീരാറായി. പിന്നെ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി മാത്രം ഒന്നും വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 12 മണി ആയത്. അല്ലെങ്കിൽ ഒരു 9 മണി 9:30 ആയപ്പോഴേക്ക്, കാരണം പോസ്റ്റെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, ചെയിനിങ് ഇൻസ്റ്റാളേഷൻ മാത്രമായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കാന്നുള്ള കൺസെപ്റ്റ് പ്രകാരം മാത്രം വേണ്ടിയിട്ട് മാത്രം ഒരു വെയിറ്റ് ചെയ്താണ്. എനിവേ ഇവിടെ സൈറ്റിൽ ഏകദേശം 150 മീറ്റർ ഏകദേശം 5 അടി ഹൈറ്റിൽ 3-12 ഗേജ് ആണ്. ടാറ്റ വയറുകൊണ്ട് GI ചെയിൻ ലിങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3 ലൈൻ പ്ലെയിൻ കമ്പി, അതുപോലെ തന്നെ 2.5 മീറ്റർ ഗ്യാപ്പ് ഇടവിട്ട് കാലുകൾ കൊടുത്തു. പിന്നെ കാലുകൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് ചില കാലുകൾ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അതിവിടെ ലോക്കലി കാല് ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ സിവിൽ വർക്കേഴ്സ് ഇവിടെ ഉണ്ട്. അവർ പ്ലാസ്റ്ററിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. നമ്മൾ നോർമലി ഫൗണ്ടേഷൻ വർക്ക് ചെയ്യാറില്ല. അത്രയും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ അത് സമീപിക്കുക. കാരണം വെച്ചാൽ ഒന്നുമല്ല, നിങ്ങൾ ലോക്കലി ചെയ്യിക്കുന്നതിനേക്കാൾ പ്രൈസ് ഞങ്ങൾ ചെയ്യുമ്പോൾ കൂടും. നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക്, അതായത് ലോക്കലി ഈ ഇങ്ങനത്തെ വലിയ വർക്കുകൾ, ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ ലോക്കലി നമ്മുടെ നാട്ടിലുള്ള സിവിൽ വർക്കേഴ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് ഞങ്ങളുടെ വർക്കേഴ്സ് വന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഫെൻസിങ്ങിൻ്റെ വർക്ക് അങ്ങനെയല്ല. ഫെൻസിങ്ങിൻ്റെ വർക്ക് നമ്മളത് പ്രൊഫഷണലായിട്ട് ടീമുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് അതിനായിട്ടുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ വർക്ക് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്ക് ഫെൻസിങ്ങിനാണെങ്കിൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്ട്സിലും സെപ്പറേറ്റ് നമുക്ക് ഓരോ ടീംസ് ഉണ്ട് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കൂടി ആഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ അവിടുന്ന് ലോക്കലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ലോക്കലി അവർക്ക് കിട്ടുന്ന അത്ര ചീപ്പായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ കഴിയില്ല. ഫെൻസിങ് ചിലപ്പോൾ കഴിയുമായിരിക്കും, പക്ഷേ ഫൗണ്ടേഷൻ നമുക്കത് എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ എത്തിക്കൊള്ളുന്നില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ റീൽസിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ പത്തനംതിട്ടക്കാർക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഡെഡിക്കേഷനാണ്. കാര്യം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയൊക്കെ വർക്ക് ചെയ്യും. കാരണം എൻക്വയറി വരുന്ന സമയത്ത് പലരും വിചാരിക്കും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത്. അതല്ല, നമ്മൾ കേരളത്തിലെ 14 ജില്ലയിലും കേരളത്തിൽ തൊട്ട് കിടക്കുന്ന അന്യ സംസ്ഥാനങ്ങളിലായിട്ടുള്ള കർണാടകയിലും തമിഴ്നാട്ടിലും പല ഭാഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. എനിവേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തൊക്കെ നമ്മൾ എത്തും. അതിലൊന്നും സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ പത്തനംതിട്ട ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഈ പ്രത്യേകം പത്തനംതിട്ട എടുത്ത് പറയുന്നതിന് കാരണം വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് എൻക്വയറി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ദൂരമാണെന്ന് പ്രതീക്ഷിച്ചിട്ട് അവരൊരിക്കലും നമ്മൾ എൻക്വയറി ചെയ്യാറില്ല. അപ്പോൾ നമുക്കത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാ ജില്ലകളും വർക്കേഴ്സ് ഉണ്ട്. വിത്തിൻ ഒരു 500 മീറ്റേഴ്സ് ആണെങ്കിലും കോൺക്രീറ്റ് പില്ലേഴ്സിൽ കോൺക്രീറ്റ് ചെയ്യാതെ കോൺക്രീറ്റ് പില്ലേഴ്സ് മണ്ണിൽ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 500 മീറ്റേഴ്സൊക്കെ നമുക്കൊരു 1-1.5 ദിവസം, മാക്സിമം 2 ദിവസം കൊണ്ട് 600 മീറ്റർ വരെയൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്ര ക്യാപ്പബിലിറ്റിയും നമുക്കുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വറീഡാവേണ്ട. എവിടെ വേണമെങ്കിലും എൻക്വയറി നടത്തി കഴിഞ്ഞാലും 2-3 ദിവസത്തിനുള്ള സൈറ്റിലെത്താവുന്ന കേസേ ഉള്ളൂ. ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ചെയിൻ ലിങ്കിൻ്റെ സൈസ് പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ചെയിൻ ലിങ്ക് ഡിഫറൻ്റ് ആയിട്ട് സൈസുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചത്. ഒരു ദിവസം എന്തായാലും ഇപ്പോൾ ഒരു 10-20 കമൻറ്റിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ശരിക്കും ആക്ച്വലി ഇന്ന് ഒരാൾ ശരിക്കും കോഴിക്കോടും ഒരാൾ ഇങ്ങോട്ടും വരേണ്ടതായിരുന്നു. കാരണം അവിടെ ഞങ്ങൾക്കൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും സെയിം ഹൈറ്റിൽ മാത്രം ചെറിയ മാറ്റം. അപ്പോൾ അങ്ങനത്തെ കുറേ സൈറ്റത്തെ വീഡിയോസ് ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. പലയിടത്തോളം അറ്റാച്ച് ചെയ്യാം. എന്തായാലും കൂടുതലായിട്ട് വീഡിയോ തീർപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്ന് മല്ലപ്പള്ളി പത്തനംതിട്ടയാണ് സൈറ്റ്. ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക എന്തെങ്കിലും ചെയ്യാം. വിത്തിൻ ഒരു 1-2 മിനിറ്റ് നമ്മൾ അതിൻ്റെ കൊട്ടേഷൻ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിവേ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.